ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ, മാമ്പഴക്കാലം കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഇത് വെച്ചൊരു മാമ്പഴ ഹൽവ ഉണ്ടാക്കാം. ഇപ്പോഴും നമുക്ക് നാട്ടുമാങ്ങയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് അടിച്ചെടുത്ത്, നാരുള്ളതുകൊണ്ട് അരിച്ചെടുക്കണം കേട്ടോ. നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ അരിക്കൊന്നും വേണ്ട. ഇതിപ്പോൾ നാരുള്ള മാങ്ങയാണ്, അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോഴും നമ്മുടെ മാമ്പഴം ഇവിടെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നാരൊക്കെ മാറ്റി അരിച്ച് വെച്ചിരിക്കുകയാണ്. അതങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ കൂടെ നമുക്കൊരു അളവനുസരിച്ച് എടുക്കാം കേട്ടോ. തോനെ മാങ്ങ ഉണ്ടെങ്കിലും എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ നാരുള്ള മാങ്ങയുണ്ടാണ് ഇത്ര ഉള്ളത്. സാധാ പൾപ്പ് മാത്രമുള്ള മാങ്ങയാണെങ്കിൽ കുറേ കൂടി കാണും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ മൈദ ഏതെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി വെക്കാം. രണ്ട് പോരാ, അന്നേരം കുറച്ചുകൂടി ഒഴിക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേണം. മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇവിടെ കണ്ട കട്ടായിട്ടാതെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മാവാന്ന് വെച്ചാൽ എടുക്കാം. മൈദയോ കോൺഫ്ലവറോ ഒക്കെ എടുക്കാം, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് നല്ല കട്ടായിട്ടാതെ അരിച്ച് അത് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മാമ്പഴത്തിൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നേ കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. ആദ്യമേ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇനി നമുക്കതിലേക്ക് ഈ മാമ്പഴ പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. പൾപ്പ് ഒഴിച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തിലാണ് വെച്ചത്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതിലേക്ക് നമ്മുടെ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ അത് മതി.
പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ലൂസാവും. അത് അതിൽ കിടന്ന് മെൽറ്റായിട്ട് ഒന്ന് നല്ല കുറുകി നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാണ് ഹൽവയുടെ പരുവം. മധുരം കുറവായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക. നമുക്ക് ബാക്കി നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. പിന്നെ ഇതിൽ കാഷ്യൂനട്ടോ പിന്നെ നമ്മുടെ എള്ളമൊക്കെ ചേർക്കണമെന്നുള്ളവർക്ക് വെള്ള കളറുള്ള വൈറ്റ് എള്ള് ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇതിപ്പോൾ എള്ളില്ല, ഞാൻ കുറച്ച് നമ്മുടെ കാഷ്യൂനട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇത് മുറിച്ചെടുക്കുമ്പോഴത്തേന് ഷേപ്പ് കിട്ടില്ല. അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് വെന്ത് പോകാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഏതാണ്ട് മാംഗോ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാം. ആ നേരത്തേക്ക് നമുക്കിത് ഇട്ട് വെക്കാനുള്ള പാത്രം ഒന്ന് നെയ്ത്. അപ്പോഴും നമ്മുടെ പാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണക്ക് വിട്ടു വരുന്ന പാകമാണ് നമ്മുടെ പാവിൻ്റെ റെഡിയായെന്ന് പറയുന്നത്. ഇതുപോലെ വിട്ടു വരുന്നതാണ്. ഇതിന് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ 2 മണിക്കൂറിന് ശേഷം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം റെഡി ആയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കയറി കമൻസൊക്കെ ഇടുക. നല്ല സോഫ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അതിൻ്റെ ആ പാവ് ഒന്ന് ഗവനിച്ചാൽ മതി. എനിക്ക് ആദ്യം ഒന്ന് അബദ്ധം പറ്റി, പാവ് ഒന്ന് ഇച്ചിരി ലൂസ് കണക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഇത് ഞാൻ മുറിച്ചിട്ടില്ല പീസ്, ബാക്കി പീസ് മാത്രമേ മുറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.